കടബാധയായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആരും അടുപ്പിക്കില്ല നാട്ടിൽ നിന്നാൽ. കാരണം എങ്ങനെ അവർ എന്തൊരു രൂപ കടം ചോദിച്ചാലും നമുക്ക് തരില്ല. അതിനു മുമ്പ് നമ്മുടെ ഒരു നല്ല രീതിയിലാണെങ്കിൽ ആരും എന്ത് വേണമെങ്കിലും പൈസ തരും. അത് പറ്റാതെ കൊണ്ട് തന്നെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ ഗൾഫിൽ പോയി അതിനുശേഷം അവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഒരു ഓവർ ടൈം എല്ലാം എടുത്തു എൻ്റെ കടങ്ങളെല്ലാം വീട്ടി. പിന്നെ അവിടുന്ന് ഒന്നുമല്ല, ഒരു ബന്ധമില്ലാത്ത ജോലിയായിരുന്നു, ഓഫീസിൽ വർക്കായിരുന്നു. അതിനുശേഷം അവരെന്നെ പരമാവധി മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കി. കാര്യം കൃത്യമായി വർക്കും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ അവിടുന്ന് ഒരു മെയിൻ ഓഫീസോട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയി. അവിടെ സംബന്ധിച്ചുള്ള എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതായി. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ട്. സാധാരണ ഞാൻ തൊഴിലെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് പണിയെടുക്കും, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ വിദേശത്താണ് പറ്റില്ല. അതുകൊണ്ട് നേരെ മടങ്ങി വന്നപ്പോഴാണ് ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിലേക്ക് വരുന്നത്. അത് കയ്യിൽ വലിയ കടബാധയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബാധ്യതയെല്ലാം വീട്ടിന് ശേഷം എൻ്റെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ജനസേവന കേന്ദ്രം ഒരു കൂട്ടുകാരോടും ഞാനൊരു കടം മേടിച്ച എമൗണ്ട് കൊണ്ട് തന്നെ അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എത്ര രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തത്?